മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 25-ാമത് വാക്യം: ഞാൻ അവരുടെ വഴി തെരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും, സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും എന്നുള്ള വചനമാണ്. ഇതിലൊരു വാക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെ ഞാൻ വസിക്കും. ദുഃഖത്തിലും വേദനയിലും സങ്കടത്തിലുമൊക്കെ ആയിത്തീരുകയും ആ മണ്ഡലത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ആശ്വാസവാക്കുകൾ, സ്വാന്തനങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ് അവരുടെ മുറിവുകളെ ഉണക്കുന്നതിനും അവരുടെ വേദനകൾക്ക് ആശ്വാസം നൽകപ്പെടുന്നതിനും അത് കാരണമാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് തൻ്റെ ഇഹലോക ജീവിത കാലഘട്ടത്തിൽ ദുഃഖിതന്മാരോടുകൂടെ ദുഃഖിക്കുവാൻ, അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ ഇഷ്ടപ്പെട്ടവനായിരുന്നു എന്ന് കാണുവാൻ കഴിയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് താൽക്കാലികമായി ശിഷ്യന്മാരെ വിട്ട് പിതാവിൻ്റെ അരികിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഓർപ്പിച്ചപ്പോൾ ശിഷ്യന്മാരൊക്കെ വലിയ ദുഃഖിതരായിരുന്നു എന്നുള്ളതാണ്. യോഹന്നാനും പത്രോസും കൃത്യമായ തലത്തിൽ യേശുവിനോട് ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് 13-14 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്നുമുണ്ട്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ നിമിത്തം ശിഷ്യന്മാർ ദുഃഖിതരാണ്, സങ്കടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ യേശു അവരോട് പറഞ്ഞ പദമാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തു നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറയുന്ന വാക്കുകളുണ്ട്. ശിഷ്യന്മാരുടെ ദുഃഖം, ആ ദുഃഖത്തിൽ അവർ ജീവിക്കാതിരിക്കേണ്ടതിന്, അവരുടെ സങ്കടത്തിൽ അവർ ജീവിക്കാതിരിക്കേണ്ടതിന് അവരോട് പറയുകയാണ്, ഞാൻ താൽക്കാലികമായി പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഗുണത്തിനാണ്, നിങ്ങൾക്കൊരു വീടൊരുക്കുവാനാണ്, നിങ്ങളെ കൂടെ എന്നോട് കൂടെ ഇരുത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ, വേദനകൾ കടന്നു വന്നപ്പോൾ, രോഗങ്ങൾ കടന്നു വന്നപ്പോൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ നാം ഒന്ന് ഓർത്തു വയ്ക്കുക, വേദനപ്പെടുന്നവർക്ക് നാമും ഒരു സ്വാന്തനമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലകളിൽ നാം പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആശ്വാസവും
നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ദുഃഖിക്കുന്നവരെയും ഭാരപ്പെടുന്നവരെയും വേദനപ്പെടുന്നവരെയും ഒറ്റപ്പെടുന്നവരെയും സങ്കടപ്പെടുന്നവരെയും ഒക്കെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവരായി തീരട്ടെ. അതിന് നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ദുഃഖത്തിനപ്പുറത്ത് ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കരുണ പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.